മൊബൈൽ ഫോൺ മുഴുവനായിട്ട് ചാർജ് ചെയ്യത്തില്ല. അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം കുറേശ്ശെ ചാർജ് ചെയ്ത് ഉപയോഗിക്കുന്ന ഒരു ശീലമാണ് നിങ്ങൾക്കുള്ളതെന്ന് വിചാരിച്ചോ. പക്ഷേ ഒരു ദിവസം നിങ്ങൾക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരികയാണ്. നിങ്ങളുടെ വീട്ടിലുള്ള ഒരാളെ എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ വരികയാണ്. പക്ഷെ പോകുന്ന പകുതി വഴി എത്തിയപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ മൊബൈൽ ഫോണിന്റെ ചാർജ് അങ്ങ് കഴിഞ്ഞു. അപ്പൊ ആ സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഡോക്ടേഴ്സിനെ പരിചയമുണ്ട്, പല ഹോസ്പിറ്റൽസും പരിചയമുണ്ട്. പക്ഷെ ആ സമയത്ത് ഒന്നും വിളിക്കാൻ വേണ്ടി നിങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പൊ ആ സമയത്ത് നിങ്ങൾ വിചാരിക്കുകയാണ്, ഞാൻ കൃത്യമായിട്ട് ഇത് ചാർജ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കില്ലേ. അതേപോലെ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. ഞാൻ അതിനകത്ത് ഒരാളെ ഒരു എക്സാമ്പിൾ ചെയ്യാൻ പറയാം. ഇയാൾ 24 മണിക്കൂറും വർക്ക് എന്ന് മാത്രം ഓടിക്കൊണ്ടിരിക്കുക. അത് കൃത്യമായിട്ട് ഒരു റെസ്റ്റും ആൾക്കില്ല, കൃത്യമായിട്ട് ഉറങ്ങത്തില്ല, കറക്റ്റായിട്ട് സമയത്ത് ഭക്ഷണം കഴിക്കത്തില്ല, അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. പക്ഷെ ഒരു ദിവസം പെട്ടെന്ന് ഇയാൾ അങ്ങ് കുഴഞ്ഞു വീഴാണ്, തളർന്നു വീഴാണ്. ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു, 2 ആഴ്ച പിടിച്ചു അയാളൊന്ന് റിക്കവർ ആയിട്ട് തിരിച്ചു വരാൻ വേണ്ടിയിട്ട്. പക്ഷെ ഡോക്ടർ പറയാണ്, നിങ്ങൾ ഇനി ഒരു ലോങ് ലീവ് എടുത്തേ മതിയാവും, നിങ്ങൾക്ക് സീരിയസ് ആയിട്ടുള്ള അൾസറാണ്, ഇനി തിരിച്ച് പഴയ ലൈഫിലേക്ക് പോകാൻ കഴിയില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വരാണ്. എന്താ സംഭവിക്കുന്നത്? അതോടുകൂടിയിട്ട് അയാളുടെ ബിസിനസ് മൊത്തമായിട്ട് അങ്ങ് തകർന്നു പോകുന്ന ഒരു അവസ്ഥ വരിച്ച്. അപ്പൊ അയാൾ വിചാരിക്കണം, ഞാൻ ആദ്യം ആ വർക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ കൃത്യമായിട്ട് റെസ്റ്റ് എടുത്തിരുന്നെങ്കിൽ, കൃത്യമായ സമയത്ത് ഭക്ഷണം കഴിച്ചിരുന്നെങ്കിൽ ഇനി ഞാൻ ഇപ്പോഴും ഹെൽത്തി ആയിട്ട് ഇരുന്നാനേ എന്ന ആൾ തീരുമാനിക്കണം. ഇതേപോലത്തെ അവസ്ഥ നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 3 ടിപ്പുകളാണ് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. ഒന്നത് ടൈം ബ്ലോക്കിംഗ് ഫോർ റെസ്റ്റ്. നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ടൈം ബ്ലോക്കിംഗ് ചെയ്യാലോ. ഓരോ സമയത്തും ഏതൊക്കെ വർക്കുകളാണ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഏത് സമയത്താണ് ഭക്ഷണം കഴിക്കേണ്ടത് കൃത്യമായിട്ടൊരു ടൈം ബ്ലോക്കിംഗ് ചെയ്യുക. ഏത് സമയം മുതൽ ഏത് സമയം വരെ ഉറങ്ങണം എന്നുള്ളത് കൃത്യമായിട്ട് ടൈം ബ്ലോക്കിംഗ് ചെയ്യുക. വീക്കിലി ഒരു കൃത്യമായിട്ടുള്ള സമയത്ത് നിങ്ങൾ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് സമയം ചെലവഴിക്കുക. ഈ കാര്യങ്ങളൊക്കെ നിർബന്ധമായിട്ടും ചെയ്യേണ്ടതാണ്. രണ്ടാമത്തെ, ഫോക്കസ്ഡ് വർക്ക് സെഷൻസ്. വർക്ക് ചെയ്യുന്ന സമയത്ത് മുഴുവനായിട്ടുള്ള ഫോക്കസ് അതിനകത്ത് ഉണ്ടാവണം. മറ്റുള്ള ഒരു ഡിസ്ട്രാക്ഷൻസും നിങ്ങൾ സമ്മതിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ അത് ക്ലോസ് ചെയ്യാൻ വേണം. അടുത്ത്, പ്രയോറിറ്റൈസ് ഇമ്പോർട്ടൻറ്റ് ടാസ്ക്. ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്കുകൾ ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ മാത്രം വർക്ക് ചെയ്യാം. ഡോണ്ട് സേ യെസ് വെൻ യു വാണ്ട് ടു സേ നോ. ഒരുപാട് പേര് ഒരുപാട് കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്യാനുള്ളതല്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും ചെയ്യാം. ഓക്കെ, നമുക്ക് ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ബിസിനസ്സുകളെ സിസ്റ്റമാറ്റിക് ആയിട്ട് മാറ്റാൻ സഹായിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് താഴെയുള്ള ഈ നമ്പറിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.